നാടും നഗരവും ഒരുപോലെ വൃത്തിയാക്കുന്നവർ, ഹരിതമാക്കുന്നവർ, സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ. സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാർഡിൽ നിന്നും വിജയിച്ച ദീപ. സ്വന്തം വാർഡിൽ ഹരിതകർമ്മസേന അംഗമായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ദീപ ഒരു നാടിനെയാകെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. എന്നോടൊപ്പം ചേരുന്നു ഇപ്പോൾ ദീപ ചേച്ചി. 4 വർഷത്തെ ഹരിതകർമ്മസേന ജീവിതം, അതേ വാർഡിൽ ആദ്യം ഹരിതമാക്കി മാറ്റുന്ന ഒരാൾ, അതേ നാടിനെ നയിക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. എന്തു തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? ഈ വിജയം തികച്ചും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ നാട്ടുകാരും തരുന്ന ഒരു വിജയമാണ്. അത് എല്ലാവരും അറപ്പോടുകൂടി കണ്ടിരുന്ന ശുചീകരണം എന്ന പ്രക്രിയ, കേരളത്തിൻ്റെ ശുചിത്വ സൈന്യം എന്നറിയപ്പെടുന്ന ആ ഒരു സേനയിൽ എത്തിച്ചേർന്ന് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിലൂടെ എൻ്റെ പ്രദേശത്തുള്ള ശ്രീകാര്യം എന്ന് പറയുന്ന വാർഡായിരുന്നു. ആ വാർഡാണ് 3ആയിട്ട് കാര്യവട്ടം, ശ്രീകാര്യം, പാങ്ങപ്പാറ വാർഡുകളാവുന്നത്. ആ വാർഡുകളിൽ പാങ്ങപ്പാറ വാർഡിലാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം, കുറേ കൂടി ആൾക്കാരെ അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വീടുകളും അവരുടെ പരിസരങ്ങളും അവരുടെ ആവശ്യങ്ങളും ഓരോ വീട്ടുകാരെയും അവരിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്നേഹവും വാത്സല്യവും അവരിലുണ്ട്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഓരോ വീടുകളിലും ആദ്യം ചേച്ചി എത്തിയിരുന്നത് ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം ശേഖരിക്കാനാണ്. അപ്പോൾ അതേ വീട്ടിൻ്റെ ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ എത്തുകയാണ്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു സന്തോഷവും കാര്യങ്ങളെല്ലാം? അവർക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ അവർ പലരും പറഞ്ഞിരുന്നു അതിനകത്തേക്ക് ഇലക്ഷൻ അല്ലെങ്കിലും അവരിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ അത് കൗൺസിലറിൻ്റെ മുമ്പിൽ എത്തിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്ത് കൊടുത്തിരുന്നുമുണ്ട്, നേരത്തെ കൊടുത്തിട്ടുമുണ്ട്. IT ബിരുദധാരി കൂടിയാണ്, ഇല്ലെങ്കിൽ ഒരു IT മേഖലയിൽ നിന്നും പഠിച്ച് അതുപോലെ തന്നെ അതിൽ പ്രവർത്തിച്ച ഒരാളാണ് ഈ ഹരിതകർമ്മസേന എത്തുന്നത്. ഒരു ബിരുദധാരിയാണോ? ശരിക്കും സുവോളജി ബിരുദധാരിയാണ്. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലാണ് സെക്കൻഡ് ക്ലാസ്സോട് കൂടിയാണ് പാസ്സാകുന്നത്. അതിനുശേഷം ITI സ്റ്റെനോഗ്രാഫി ഇംഗ്ലീഷായിരുന്നു. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് കോഴ്സും ചെയ്തിട്ടുണ്ട്. ഇത്രയും പഠിച്ചൊരു വ്യക്തി എന്തുകൊണ്ട് ഹരിതകർമ്മസേനയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കും ഉണ്ടാവും. എന്തുകൊണ്ട് എത്തിയത്? ഹരിതകർമ്മസേനയിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്വയം തൊഴിൽ, കുടുംബശ്രീയുടെ ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടിയായിട്ടാണ്, ഒരു സംരംഭമായിട്ടാണ് ഹരിതകർമ്മസേന വരുന്നത്. കുടുംബശ്രീയുടെ ADS എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഹരിതകർമ്മസേന അംഗങ്ങളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്യുന്നത്. പക്ഷെ ആ കണ്ടെത്തലിൽ ഒരുപാട് അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരെ ചവറ് വാരുക എന്ന ജോലിയാകുമ്പോൾ തന്നെ പിന്മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു ജോലിയിലേക്ക് പോകുന്ന നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും ബാക്കിയുള്ള കുറച്ച് സന്നദ്ധ സേവനം അതും കൂടി ലക്ഷ്യമാക്കിയായിരുന്നു അതിനകത്തേക്ക് വരുന്നത്. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇതിൽ വളരെയധികം സന്തുഷ്ടയാണ്. ഞങ്ങൾ 12 പേരാണ് ഇപ്പം ശ്രീകാര്യം വാർഡിലുള്ളത്. അതിലൊരുപക്ഷെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുള്ള ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ശ്രീകാര്യം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ കൗൺസിലർ സ്റ്റാൻലി ഡിക്രൂസ് സാറാണ്. ആ സമയം തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്? തെരഞ്ഞെടുപ്പ് തികച്ചും അപ്രതീക്ഷിതമാണ്. ഒരു സ്ഥാനാർത്ഥിയാവുക, ഒരു കൗൺസിലർ ആവുക എന്നുള്ളതൊന്നും ഒരുപക്ഷെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നൊരു കാര്യമാണ്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിനെ, അതും സാധാരണ അടിത്തട്ടിൽ നിന്നും വന്ന ഒരു ഹരിതകർമ്മ സേനാ അംഗം, സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിലൂടെ ഒരു സേനാ അംഗമായി നാടിനെ ശുചീകരിച്ച് പോന്നവൾ, ഇനി ആ വാർഡിലെ നയിക്കാൻ ദീപ കരുത്തോടെ മുന്നോട്ടെത്തും. അതും 100-ലധികം വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിൽ. ക്യാമറാമാൻ അനിലിനോടൊപ്പം പ്രജിത്ത് M, അമൃത ന്യൂസ്, തിരുവനന്തപുരം.